ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കാനായിട്ട് പോകുന്നത് ബെന്തിക്കോസ് സംഘടനകൾ ളുടെ ബിസിനസ് പരമായ ചില കാര്യങ്ങളാണ്. രക്ഷയുടെ പേര് പറഞ്ഞ് അവർ നടത്തുന്ന ചില ബിസിനസ്സുകൾ മറ്റു മതസ്ഥരെ എങ്ങനെയെങ്കിലും തങ്ങളുടെ ഇതിലേക്ക് തള്ളിക്കയറ്റുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു വലിയ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു റെക്കോർഡ് സന്ദേശം ഒരു സ്ത്രീ സംസാരിച്ചതാണ്. ആ റെക്കോർഡിലേക്ക് നമുക്ക് കേട്ടിട്ട് മടങ്ങി വരാം. ചെയ്തിട്ടിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അങ്ങനെ എന്താ നമ്മൾ കാണിച്ചിട്ട് നമ്മുടെ ലൈഫിൽ കുറച്ചൊക്കെ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വരുമല്ലോ. ആ ടൈമിലായിരിക്കും നമ്മൾ കുറച്ചൊക്കെ സിനിമാമാരെ അങ്ങനെ പോയിട്ട് അങ്ങനെ ഞാൻ പിന്നെയും കുറച്ച് ഒതുങ്ങി പഴയ എതിരായിട്ട് കോവിഡിൽ ചിലപ്പോൾ പോണത് അങ്ങനെയൊക്കെ ആയി വന്നപ്പോഴാണ് എനിക്കിത് ഓൺലൈനിലൊരു ജോബ് ചെറിയൊരു ഇൻകം വന്നപ്പോലെ ആ ടൈമിലാണ് ചെറിയ ജോബ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആ ടൈമിൽ അവിടെ ഒരു സാറുണ്ടായിരുന്നു. സാറിന് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ വരുമ്പോഴത്തേക്കും 3 പേരുണ്ടായിരുന്നു സാറിന്മാര്. അപ്പോ ചിലര് വന്ന് ഇപ്പോഴും നമുക്ക് കാൾ ചെയ്യുമ്പോൾ കിട്ടൂല. എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിലോ അപ്പൊ എന്തെങ്കിലും ഒരു ഡൗട്ട് കേൾക്കുമ്പോഴത്തേക്കും കിട്ടൂല. അതിൽ ഒരു സാർ വന്ന് ഇപ്പോഴേ നമുക്ക് പറഞ്ഞുതരും. അഥവാ ഇപ്പോഴും നേരെ ആണെങ്കിലും ടൈം കിട്ടുമ്പോഴത്തേക്കും അവർ പറഞ്ഞുതരും എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് പറയണത് പറഞ്ഞിട്ട്. പക്ഷെ അയാൾ വന്നൊരു ക്രിസ്ത്യൻ വിശ്വാസിയാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഹലോ എന്ന് പറയുമ്പോഴത്തേക്കും അവർ പറയുന്നത് പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. എന്തെങ്കിലും നമ്മൾ ഒരു പറയുമ്പോഴേ അവർ പറയുന്ന മറുപടി ഇതായിരിക്കാം. അപ്പൊ നമ്മൾ നോർമലി ആയിട്ട് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകും. അപ്പൊ ചിലപ്പോൾ അവർക്ക് ജോബിൽ നമ്മൾ ലീവ് എടുക്കുമ്പോഴേ നമ്മൾ ആ സാറിനെ അറിയിക്കണം, ഇങ്ങനെ സാറിന് നേരത്തിൽ എനിക്ക് പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല പറഞ്ഞിട്ട് റീസൺ സ്ട്രോങ് ആയിട്ട് പറയണം, എന്താണ് റീസൺ പറഞ്ഞിട്ട്. അപ്പൊ ഒരു ടൈമിലൊക്കെ എന്റെ ഫാമിലിയിൽ കുറച്ച് ഹോസ്പിറ്റലൈസ് ആയിട്ട് വന്നു എന്റെ മോനെ കൊണ്ടും. അപ്പൊ ആ ടൈമിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, സാർ ഇങ്ങനെ ഹോസ്പിറ്റലാണ്, എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റിയില്ല പറഞ്ഞു. 1 വീക്ക് ലീവ് എടുത്തു. അത് കഴിഞ്ഞിട്ടും കുറച്ച് 1-2 കാര്യങ്ങൾ കൊണ്ട് ജോബ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ആ പുള്ളി പറഞ്ഞു എന്റെ അടുത്ത് ഒരു ഇങ്ങനെ ഈവനിങ് കാൾ ചെയ്ത് പറഞ്ഞു, എന്താണ് നിനക്ക് ഇതിന് പ്രോബ്ലം വന്നിട്ട്. അപ്പൊ ഞാൻ ഫാമിലിയിൽ കുറച്ച് ഇതാണ്, ഹോസ്പിറ്റലിൽ നിലനിർത്തിയുണ്ട്, കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂ വന്നപ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു ചെറിയ ഇതായിട്ടാണ് ചെയ്യാൻ പറ്റാത്തത് എന്ന് പറഞ്ഞിട്ട്. അതൊരു കാര്യമുണ്ട് ലക്ഷ്മി, നിനക്ക് വന്ന് നീ വിശ്വസിക്കുന്ന ദൈവങ്ങള്, അതായത് നിന്റെ ആരാധന രീതി തെറ്റാണ്. അപ്പൊ എനിക്ക് വന്ന് നമ്മള് ഫസ്റ്റ് പ്രശ്നം ആ ടൈമിൽ നമ്മൾ വന്ന് കുറച്ച് ഡിപ്രഷനിൽ ഇരിക്കുന്ന ടൈമാണ്. എന്റെ ഫാമിലി ഇഷ്യൂസ് ആവട്ടെ, വീഡിയോ നമ്മൾ പ്രധാനമായും ശ്രദ്ധിച്ചുവല്ലോ. അതിനകത്ത് ആ സ്ത്രീ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കാണും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വിശ്വാസമുണ്ട്. അവർക്ക് ദൈവത്തെക്കുറിച്ചൊരു വിശ്വാസം അവരുടെ ഉള്ളുകളിലുണ്ട്. അതിനെ തികച്ചും വിശ്വസ്തമാക്കിയാണ് അവരോട് ബെന്തിക്കോസുകാർ സുവിശേഷം അറിയിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പരാതി. ആ ഒരു റെക്കോർഡിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സത്യമെന്ന് പറയുന്നത്. അപ്പോ ഈ ബെന്തിക്കോസുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ള ദൈവങ്ങളൊന്നും ശരിയല്ല എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കും പലയിടത്തും ചെന്ന്. അതിന്റെ ഒരു ആവശ്യം, അതിനുള്ള അങ്ങനെയുള്ള സുവിശേഷങ്ങളൊന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല, അല്ലേ? അവര് പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, അവര് ദീപം കത്തിക്കും, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നത് കേട്ടു. അത് അവരുടെ വിശ്വാസമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് എന്താണ്? ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ ഇത് എല്ലാവർക്കും വേണ്ടി ഉള്ളതല്ല. ദൈവവചനം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വേണ്ടി, എല്ലാവരുടെ ഹൃദയങ്ങളെ ഇത് തുറക്കുകയില്ല. പിന്നെ ഇതിനിടയിൽ ഈ ബിസിനസ് നടത്തുന്നവർ ഇതിനെ എന്ത് ചെയ്യും? കാരണം മറ്റു മതങ്ങളെല്ലാം തെറ്റാണെന്നും അങ്ങനെയുള്ള സുവിശേഷങ്ങൾ അത് തെറ്റായ പഠിപ്പീരാണെന്നും പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരുപാട് ദൈവദാസന്മാരെന്ന് പറഞ്ഞ് പേരുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇവർക്കൊക്കെ ലക്ഷ്യം എന്താണ്? ഒരു ബിസിനസ് കൂട്ടിയെടുക്കുക എന്നുള്ളതാണ്. കാരണം അവരുടെ സംഘടനയിലേക്ക് കൂടുതൽ ആളെ തിക്കി നിർത്തണം. അതിനു വേണ്ടിയാണ്, അതായത് എങ്ങനെയെങ്കിലും അവരുടെ സ്റ്റേജുകൾ, അവരുടെ ഹോളുകൾ എങ്ങനെയെങ്കിലും നിറയ്ക്കാൻ വേണ്ടിയാണ് ഈ ഹിന്ദു സഹോദരങ്ങളെയും മറ്റു മതസ്ഥരെയും അതിനകത്ത് കൂട്ടിക്കൊണ്ടുവരുന്നത്. കാരണം ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ഇപ്പോ നമ്മൾ നോക്കുമ്പോൾ കത്തോലിക്ക മുതൽ CSI വരെയുള്ള ആൾക്കാർ ഇതിനകത്ത് പോകത്തില്ല. കാരണം അവർക്ക് അവരുടേതായ മാതാപിതാക്കൾ പഠിപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസം അവരുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്യത്തില്ല, ഇതിലേക്കൊന്നും പോകത്തില്ല. കാരണം അവരുടെ മാതാപിതാക്കൾ പഠിപ്പിച്ചു വന്നിരിക്കുന്ന ആ പാതയിലേ അവര് നിൽക്കത്തുള്ളൂ.
അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ നിർബന്ധിച്ചുള്ള ഈ ഇവരെ കൊണ്ട് അവരുടെ വിശ്വാസങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പൂർണ്ണമായ വിശ്വാസം കാണില്ല, ചിലപ്പോൾ ഹാഫായിട്ടായിരിക്കും അവർ വിശ്വസിക്കുന്നത്. ചിലരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ക്രിസ്ത്യാനികളുടെ ദൈവത്തെ വിശ്വസിക്കുന്നവരുണ്ട്, ഹിന്ദുക്കളുടെ ദൈവത്തെ വിശ്വസിക്കുന്നവരുണ്ട്, മുസ്ലിങ്ങളുടെ ദൈവങ്ങളെ വിശ്വസിക്കുന്നവരുമുണ്ട്, അല്ലെ? നമ്മുടെ ലോകത്ത് കാണുന്നവരെല്ലാം അങ്ങനെ തന്നെയാണ്. അങ്ങനെ 3 ദൈവത്തെയും വിശ്വസിക്കുന്നവരുണ്ട്. അപ്പം അവരുടെ വിശ്വാസങ്ങളെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഉപദ്രവിക്കാൻ പാടില്ല. അങ്ങനെ ഒരു സുവിശേഷം നമുക്കില്ല എന്നുള്ളതാണ്. സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയുമുള്ള സുവിശേഷം മാത്രമേ നമുക്ക് ചെയ്യുവാൻ പാടുള്ളൂ. ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് കൊണ്ടുവരേണ്ട ഒരു കാര്യവും നമുക്കില്ല. അതിന്റെ ആവശ്യഗതി അതിനകത്തില്ല. അതെല്ലാം ഓരോ മനുഷ്യന്റെ ചോയ്സിൽപ്പെട്ട കാര്യമാണ്. ഞാൻ ഏത് വിശ്വസിക്കണം, ഏത് രീതിയിൽ ഞാൻ നടക്കണം എന്നുള്ള കാര്യം ഓരോരുത്തരുടെ ചോയ്സാണ്, അല്ലെ? സുവിശേഷകരുടെ ജോലി ചെയ്യുക, പ്രസംഗിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. നിർബന്ധിതമായ മതപരിവർത്തനം, നിങ്ങളുടെ വിശ്വാസം തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മതത്തിന്റെ ആചാരങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ വിലക്കുന്നത് വളരെ തെറ്റ് തന്നെയാണ്. അങ്ങനെ ചെയ്യുവാൻ പാടില്ല. അത് ചെയ്യുന്നത് എന്താണ്, അത് ദൈവത്തോട് തന്നെ കാണിക്കുന്ന ഒരു എന്താ പറയുക, ഒരു നിന്ന തന്നെയാണ്, അല്ലേ? നമ്മൾ അവരെ നിർബന്ധിക്കുവാൻ പാടില്ല. നിർബന്ധിച്ച ഒരു പരിപാടി സുവിശേഷത്തിനില്ല. കാരണം ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും അതിനെ അനുസരിക്കാൻ കഴിയാതെ പിന്നെയും അവരെ നിർബന്ധിച്ച് അവരുടെ ബിസിനസ്സിലേക്ക് തള്ളിയിടുകയാണ്, അല്ലേ? ഇവരെ സംബന്ധിച്ചിടത്തോളം ഇൻഡിപെൻഡന്റ് ചർച്ചുകളാണെങ്കിലും ബെന്തിക്കോസ് സഭകളാണെങ്കിലും എന്താ പറയുക, അവരുടെ ദശാംശവും ഓഹരിയും ഒക്കെ കിട്ടണമെങ്കിൽ, അല്ലെ, ദശാംശവും ഓഹരിയും ഒക്കെ കിട്ടണമെങ്കിൽ ഈ ആളുകളെ തന്നെ പിടിക്കണം, അല്ലാതെ പറ്റുകയില്ല. നിങ്ങൾക്കൊക്കെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ. കൂടാരപ്പണി ചെയ്തുകൊണ്ടാണ് തന്റെ സുവിശേഷം താൻ നിവർത്തിച്ചു കൊണ്ടിരുന്നത്. അപ്പോ ഇതിനു വേണ്ടി ആളെ നിങ്ങളുടെ ഹോളിൽ കയറ്റി ഫുള്ളാക്കി കാശ് കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് സുവിശേഷം ചെയ്യുന്നത് വളരെ തെറ്റാണ്. നിങ്ങൾ ദൈവത്തോട് കാണിക്കുന്ന വളരെ വലിയ നിന്ദയാണ് എന്ന് ഈ തരുണത്തിൽ ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. കാരണം ഇങ്ങനെ ഒരു സ്ത്രീ പറയണമെങ്കിൽ അവർക്ക് അതുപോലെ അനുഭവം ഉണ്ടായിട്ടായിരിക്കാം അവർ അങ്ങനെ ഒരു അനുഭവം അവർ തുറന്നു പറഞ്ഞത്. അതിന്റെ റെക്കോർഡുകൾ മുഴുവൻ പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ചും ബെന്തിക്കോസ് വിഭാഗം അവരെ എങ്ങനെയെങ്കിലും പോളിഷ് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്ത് എങ്ങനെയെങ്കിലും തങ്ങളുടെ സംഘടനയിലേക്ക് വലിച്ചു കയറ്റുവാനുള്ള ശ്രമമാണ് എന്നുള്ളതാണ് അവരവിടെ പറയുന്ന, അല്ലെങ്കിൽ അവരവിടെ സമർത്ഥിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും സുവിശേഷകരുടെ ജോലി ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് ഈ ബിസിനസ് കാരണമാണ് UP-യിലൊക്കെ പല പാസ്റ്റർമാരെയും 100-ൽ 95% പീഡിപ്പിക്കപ്പെടുന്നതിന്റെ പ്രധാനമായ കാര്യം പകുതിയും ബിസിനസ്സാണ്. ബിസിനസ് പറയുമ്പോൾ പറയും ആ മതം തെറ്റാണ്, ഈ മതം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് പ്രസംഗിക്കും. അത് കേൾക്കുമ്പോൾ അവരുടെ വിശ്വാസം ശരിയാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഇവരെ കയറി ഉപദ്രവിക്കും. പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ എന്ത് ചെയ്യത്തില്ല, നമ്മളെ ഉപദ്രവിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ ഈ തരുണത്തിൽ ഓർപ്പിച്ചു കൊള്ളട്ടെ. അതുകൊണ്ട് സുവിശേഷം ചെയ്യുന്നവർ അവരുടെ ദേഹത്ത് എന്താ പറയുക, അത് തെറ്റാണ്, അല്ലെങ്കിൽ അവരുടെ ദേഹത്ത് ഭൂതമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ പേടിപ്പിക്കുവാൻ തുടങ്ങിയാൽ അതൊക്കെ ദൈവവചന വിരുദ്ധമായ കാര്യമാണ്. ദൈവവചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്ത കാര്യങ്ങൾ ചെയ്യുവാനായി പാടില്ല എന്ന് ഈ തരുണത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ, ബുക്ക് ഓഫ് ലോർഡിന്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാ പ്രേക്ഷകരോടുമുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. എല്ലാവരും ധാരാളമായും സമൃദ്ധിയായും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.